പ്രൈസ് ലോർഡ്. വേഗം സ്നേഹത്തെ എല്ലാ ദൈവക്കും അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവങ്ങളോട് ഷെയർ ചെയ്യാൻ എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തന്ന ഒരു ചിന്ത, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു റെസ്പോൺസിബിലിറ്റി, അത് മറ്റൊന്നുമല്ല, നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല, അല്ലേ? ഞാനായാലും നിങ്ങളായാലും അത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം കൂട്ടു സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് എന്താ, ഒരമ്മയിൽ നിന്ന് ജനിച്ച മക്കൾ, അല്ലേ? അല്ലെങ്കിൽ സ്വന്തം സഹോദരൻ സഹോദരി എന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ കൂട്ടു സഹോദരൻ എന്ന് വരുമ്പോൾ ആത്മീയ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ കൂടെ അനേക സഹോദരി സഹോദരന്മാരെ തന്നിട്ടുണ്ട്. അവർക്ക് ധാരാളം വിഷയങ്ങളുണ്ട്. പല വ്യക്തി ജീവിതങ്ങൾ കടന്നു നമ്മളടുത്ത് പറയാറുണ്ട്, പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് നമ്മളടുത്ത് പ്രാർത്ഥന ചോദിക്കാറുണ്ട്. ദൈവമക്കളെ, ഈ ദിവസം നമ്മളത് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അവരെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഏൽപ്പിച്ചേക്കുന്നത് അവരുടെ വിഷയങ്ങളും ഭാരങ്ങളും കൂടി നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മളത് ചെയ്യാറില്ല. കാരണം നമ്മൾ ചെയ്യും, നമ്മുടെ സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും എന്നല്ലാതെ അവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാറില്ല. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു വ്യക്തി ജീവിതം ആലോചിച്ചാൽ ഇയ്യോബ്, അല്ലേ? ഇയ്യോബിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വന്നത്, അല്ലേ? കർത്താവ് നഷ്ടപ്പെട്ടതിൻ്റെ അധികമായി ഇരട്ടിയായി യോബിന് ലഭിക്കാനിടയായ കാര്യം എന്താ? തൻ്റെ കൂട്ടുദാസന്മാർ ദാസിമാർ, അല്ലെ, കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോഴാണ് യോബിന്റെ ജീവിതത്തിൽ ഒരു വലിയ ബ്ലെസ്സിങ്സ് കർത്താവ് കൊടുത്തത്. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന ഒരു കടമ തന്നെയാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. ഒരുപക്ഷെ ഞാനായാലും നിങ്ങളായാലും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിജീവിതം അറിയുന്നില്ലായിരിക്കാം, ആ വ്യക്തിജീവിതത്തിന്റെ കയ്യിൽ നമുക്കൊന്നും ലഭിക്കുന്നില്ലായിരിക്കാം. പക്ഷെ ഒന്നുണ്ട്, പ്രതിഫലം തരുന്ന ഒരു ദൈവം, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പ്രാർത്ഥന യാചനയും കേട്ട് മറുപടി തരുന്ന ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹവും കണ്ട് ദൈവം നമുക്ക് ആ കാര്യം സാധിപ്പിച്ചു തരും. ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ച്, ഉപവസിക്കാൻ പറ്റുന്നവർ ഉപവസിച്ച് ഈ ദിവസങ്ങളിൽ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും. നമ്മുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുവാൻ അതൊരു കാരണമായി തീരുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ദൈവമക്കളെ, കഴിയുന്ന വ്യക്തി ജീവിതങ്ങളെല്ലാവരും തൻ്റെ കൂട്ടുദാസന്മാർക്ക് വേണ്ടി ദാസിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നേറുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് മാനിക്കുക തന്നെ ചെയ്യും. ഈ ഒരു ഷോട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മെസ്സേജ് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.